നൈസ് തിങ്കേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 1ാം ക്ലാസ്സുകാരുടെ ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. സമയോട്ടങ്ങളായത് നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. നോക്കൂ കൂട്ടരെ, കിയോ കിയോ ശബ്ദം കേട്ട് ആമി കോഴിക്കൂടിനടുത്തെത്തി. ഹായ് അമ്മേ, പുള്ളിക്കോഴിയുടെ മുട്ടകൾ വിരിഞ്ഞു. ആമി കൂട് തുറന്നു. ആമിയുടെ ശബ്ദം കേട്ടതും പുള്ളിക്കോഴിയും കുഞ്ഞുങ്ങളും പുറത്തിറങ്ങി. പുള്ളിക്കോഴിയെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കൂ. അമ്മീസ് ചിക്കൻസ്, അമ്മയുടെ കോഴിക്കുഞ്ഞുങ്ങൾ. ഓക്കെ, നോക്കൂ. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്യുക. അതിനുശേഷം ആൻസർ എഴുതുക, എണ്ണി എഴുതുക. നോക്കൂ, ഹൗ മെനി ചിക്കൻസ് ആർ ദെയർ ഇൻ ടോട്ടൽ? അവിടെ ആകെ എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്? കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9. ടോട്ടൽ എത്രയാണ്? 9. 9 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് അല്ലേ? ഹൗ മെനി ചിക്കൻസ് ആർ ദെയർ ഇൻ ടോട്ടൽ? 9. ഓക്കെ, ആ ബോക്സിൽ എത്ര എഴുതണം? 9. ഓ ദ ഈഗിൾ കെയിം. നോക്കൂ, ആര് വന്നു? ഈഗിൾ പരുന്ത് വന്നു. ദ ചിക്കൻസ് ഹിഡ്. 2 chickens hid in the coop. How many hid under the wings? നോക്കൂ, പരുന്തിനെ പേടിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വേഗം ഓടി ഒളിച്ചു. 2 കോഴിക്കുഞ്ഞുങ്ങൾ എവിടെയാണ് ഒളിച്ചത്? കൂപ്പ്, കോഴിക്കൂട്ടില് അല്ലേ? 2 chickens hid in the coop. കോഴിക്കൂട്ടില് 2 കോഴിക്കുഞ്ഞു ഒളിച്ചു. How many hid under the wings? എന്നാൽ അമ്മയുടെ ചിറകിനടിയിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് ഒളിച്ചത്? കൂട്ടുകാർ എന്ത് ചെയ്യും? ടോട്ടൽ അവിടെ എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്? 9 അല്ലേ? 9 കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതില് 2 കോഴിക്കുഞ്ഞ് എന്ത് ചെയ്തു? കൂട്ടിലൊളിച്ചു. അപ്പോൾ അമ്മയുടെ ചിറകിനടിയിൽ എത്ര പേരായിരിക്കും? 9 - 2. 9ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, കുറച്ച് നോക്കുക. അപ്പോൾ കിട്ടും എത്ര? 7. എത്രയാ? അമ്മയുടെ ചിറകിനടിയിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്? 7. മദർ ബേർഡ് ആൻഡ് ദ ചിക്സ് കെയിം. ഹൗ മെനി ചിക്സ് ആർ ദെയർ? ലിസൺ, നോക്കിക്കേ. അമ്മ പക്ഷിയും കിളിക്കുഞ്ഞുങ്ങളും എത്തിച്ചേർന്നു. ഹൗ മെനി ചിക്സ് ആർ ദെയർ? അവിടെ എത്ര കിളിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്? കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6. എത്ര കിളിക്കുഞ്ഞുങ്ങളുണ്ട്? 6 അല്ലേ? 6. ചിക്കൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ചിക്സാ, കിളിക്കുഞ്ഞുങ്ങളുടെ എണ്ണമാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര കിളിക്കുഞ്ഞുങ്ങളാണ് ഉള്ളത്? 6. ഹു ആർ മോർ ഇൻ നമ്പർ? പുട്ട് എ ടിക്ക് മാർക്ക്. ഹു ആർ മോർ ഇൻ നമ്പർ? നമ്പറിൽ എണ്ണത്തിൽ കൂടുതൽ ആരാ? ചിക്കൻസ് ആണോ ചിക്സ് ആണോ? കോഴിക്കുഞ്ഞുങ്ങളാണോ കിളിക്കുഞ്ഞുങ്ങളാണോ എണ്ണത്തിൽ കൂടുതൽ? കൗണ്ട് ചെയ്ത് നോക്കൂ. കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? 9 അല്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ 9 പേരുണ്ടായിരുന്നു. ചിക്സോ, കിളിക്കുഞ്ഞുങ്ങളോ? 6, 6 പേര്. അപ്പോൾ മോർ നമ്പർ ആരാ? കൂടുതൽ നമ്പർ ഏതാ? ചിക്കൻസ് അല്ലേ? അപ്പോൾ ആ ചിക്കൻസിൽ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കുക. രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ. നോക്കൂ, ആമയുടെ സ്നേഹക്കുടുക്ക. ആമീസ് പിഗ്ഗി ബാങ്ക്. ആമയുടെ സ്നേഹക്കുടുക്ക. നോക്കൂ, ഠോ. ആമയുടെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അമ്മ അവിടേക്ക് ഓടിയെത്തി. ആമി, നീ എന്തിനാണ് ഇപ്പോൾ ഈ സ്നേഹക്കുടുക്ക പൊട്ടിച്ചത്? കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ വാങ്ങാൻ, ആമി പറഞ്ഞു. അമ്മ ചിരിച്ചു. ആമിക്കുട്ടി, കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ വാങ്ങേണ്ട, വീട്ടിലുള്ളത് കൊടുത്താൽ മതി. സ്നേഹക്കുടുക്കയിലെ നാണയങ്ങൾ നീ എടുത്തു വെക്കേ. ആമി നാണയങ്ങൾ അടുക്കി വെച്ചത് നോക്കിക്കേ. നോക്കൂ മക്കളെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ സം ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് കോയിൻസ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് കോയിൻസ്. കോയിൻസിന്റെ ഗ്രൂപ്പ് കൗണ്ട് ചെയ്ത് സമ്മ എഴുതണം, അതിന്റെ തുക എഴുതണം. എത്ര രൂപയാണ് ഉള്ളതെന്ന് എഴുതണം. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് കോയിൻസ് നോക്കൂ. ഫസ്റ്റ് കാണുന്നത് 1 rupees ആണ് അല്ലേ? 1 രൂപയുടെ കോയിൻസാണ് കാണുന്നത്. 1 രൂപ എത്ര എണ്ണമുണ്ട്? എത്ര രൂപയുണ്ട്? 9 അല്ലേ? അപ്പോൾ 9 രൂപയുണ്ട് അല്ലേ? നോക്കൂ, നമുക്ക് എമൗണ്ട് ആണ് എഴുതേണ്ടത്, തുകയാണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ 1 രൂപ എത്ര എണ്ണമുണ്ട്? 9 എണ്ണം. അപ്പോൾ എത്ര തുകയുണ്ട്? 9 രൂപ അല്ലേ? അടുത്ത എത്ര രൂപയുടെ ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്? 2 rupees. 2 രൂപയുടെ ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. എത്ര കോയിൻസ് ഉണ്ട്? എത്ര നാണയമുണ്ട്? 2 രൂപയുടെ 5 നാണയമുണ്ടല്ലേ? അപ്പോൾ 2 4 6 8 10.
എമൗണ്ട് എത്രയാ? 10. എത്ര രൂപയുള്ളത്? 2ന്റെ എത്ര രൂപയുണ്ട്? 10 രൂപയുണ്ട് അല്ലേ? ഇനി നോക്കൂ, 5 രൂപ കോയിനാ അടുത്തത്. 5 രൂപയുടെ തുട്ടുകളാ. എമ്മയുടെ കയ്യിൽ 5 രൂപയുടെ എത്ര തുട്ടുകളാ ഉള്ളത്? 4 അല്ലേ? അപ്പോൾ 4 5 രൂപ തുട്ടായപ്പോൾ എത്ര രൂപയാ ഉള്ളത്? 20 അല്ലേ? 5, 10, 15, 20. ഇപ്പോൾ എമ്മയുടെ കയ്യിൽ 5 രൂപയുടെ എത്ര രൂപയുണ്ട്? 20 രൂപ. ഓക്കെ. ഇനിയോ 10 രൂപയുടെ കോയിനുണ്ട് എമ്മയുടെ കയ്യിൽ. എത്ര 10 രൂപയുണ്ട്? 3 10 രൂപ. അപ്പോൾ 3 10 രൂപയായപ്പോൾ ആകെ എത്ര രൂപയാ? 30 അല്ലേ? അപ്പോൾ 1 രൂപ 1 രൂപ കോയിൻ എത്ര രൂപയ്ക്കുണ്ട്? 9. 2 രൂപ കോയിൻ 10 രൂപയ്ക്കുണ്ട്. 5 രൂപ കോയിൻ 20 രൂപയ്ക്കുണ്ട്. 10 രൂപ കോയിൻ 30 രൂപയ്ക്കുണ്ട് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ദ കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് 10 rupees? പുട്ട് എ ടിക്ക് മാർക്ക്. 10 രൂപയുടെ കറക്റ്റ് ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കിയാൽ അതിൽ ടിക്ക് ചെയ്യണം. നോക്കൂ, ആദ്യത്തെ ഗ്രൂപ്പിൽ 5 rupees, 1 rupees, 2 rupees അത്രയാണ് തന്നിരിക്കുന്നത് അല്ലേ? 5 രൂപയുടെ ഒരു കോയിൻ, 1 രൂപയുടെ ഒരു കോയിൻ, 2 രൂപയുടെ ഒരു കോയിൻ. അപ്പോൾ ആകെ എത്ര രൂപയായി? 5ഉം 1ഉം 6, 6ഉം 2ഉം 8 അല്ലേ? 5 + 1 6, 6 + 2 8. അവിടെ 8 റുപ്പീസാണ് ഉള്ളത്, 10 അല്ലല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പ് കറക്റ്റ് ആണോ? അല്ല. അടുത്ത ഗ്രൂപ്പ് നോക്കിക്കേ. അടുത്ത ഗ്രൂപ്പിൽ 1 rupees ഉണ്ട്, 2 rupees ഉണ്ട്, 5 rupees ഉണ്ട്, 2 rupees അഗൈൻ. 2 രൂപ തൊട്ടുണ്ട് അല്ലേ? അപ്പോൾ 2 രൂപ തൊട്ടും ഒരു 5 രൂപ തൊട്ടും ഒരു 1 രൂപ തൊട്ടും ഉണ്ട്. അപ്പോൾ ആകെ 10 രൂപയുണ്ടോ? 1ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3. 3ഉം 5ഉം കൂടി കൂട്ടുമ്പോഴോ? 8. 8ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 10. അപ്പോൾ ആ ഗ്രൂപ്പല്ലേ ശരി? ആ ഗ്രൂപ്പിൽ 10 രൂപയുണ്ടല്ലേ? അപ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് കൊടുക്കണം. നോക്കൂ, ആമി സ്കൂളിലെത്തി. ഇതാ ഒരു ചിത്രക്കാർഡ്. ആമിനെ ടീച്ചർ കുട്ടികൾക്ക് ചിത്രക്കാർഡ് നൽകി. ആമയ്ക്ക് കിട്ടിയ ചിത്രക്കാർഡ് നോക്കൂ. കണ്ടോ? ആമയ്ക്ക് കിട്ടിയ ചിത്രക്കാർഡ് കണ്ടോ കൂട്ടുകാരെ? നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോന്നും എത്ര എണ്ണം വീതമുണ്ടെന്ന് കൗണ്ട് ചെയ്യണം, എണ്ണി എഴുതണം. എലിഫൻറ്റിൻ്റെ നമ്പർ എത്ര, ഫിഷിൻ്റെ നമ്പർ എത്ര, പാരറ്റിൻ്റെ നമ്പർ എത്ര, ബട്ടർഫ്ലൈയുടെ നമ്പർ എത്ര, റാബിറ്റിൻ്റെ നമ്പർ എത്ര എന്ന് കൗണ്ട് ചെയ്ത് എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ പാരറ്റ് എത്ര എണ്ണമുണ്ട്? 5 അല്ലേ? ഫിഷ് 7, റാബിറ്റ് 5, ബട്ടർഫ്ലൈ 6, എലിഫൻറ്റ് 2. ഫിഷ് മീൻ എത്ര എണ്ണമുണ്ട്? 7. മുയൽ റാബിറ്റ് 5 എണ്ണം. ബട്ടർഫ്ലൈ പൂമ്പാറ്റ 6 എണ്ണമുണ്ട്. എലിഫൻറ്റ് ആനയോ 2 എണ്ണം. ഓക്കെ. ഹു ആർ മോർ ഇൻ നമ്പർ? ആരാ എണ്ണത്തിൽ കൂടുതൽ? ഫിഷ് 7 എണ്ണമുണ്ട് അല്ലേ? ഫിഷ്. ഹു ആർ ലെസ് ഇൻ നമ്പർ? ഏതാ കുറവ്? എണ്ണത്തിൽ കുറവ് ഏതാ? എലിഫൻറ്റ് ആന അല്ലേ? ഹു ആർ ഓഫ് ദ സെയിം നമ്പർ? ഏതാ സെയിം നമ്പർ ഈക്വൽ ആയിട്ടുള്ളത് ഏതൊക്കെയാ? പാരറ്റും റാബിറ്റും അല്ലേ? തത്തയും മുയലും 5 എണ്ണം വീതമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹു ആർ മോർ ഇൻ നമ്പർ? ഫിഷ്. ഹു ആർ ലെസ് ഇൻ നമ്പർ? എലിഫൻറ്റ്. ഹു ആർ ഓഫ് ദ സെയിം നമ്പർ? പാരറ്റ് ആൻഡ് റാബിറ്റ്. ആക്ടിവിറ്റി 4 നോക്കിയേ. ആമീസ് കാർഡ്സ്. ആമയുടെ കാർഡുകൾ. നോക്കൂ, ഇനിയൊരു കാർഡ് കളി ആയാലോ? ടീച്ചർ കുട്ടികൾക്ക് കുറേ കാർഡുകൾ നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു സംഖ്യ പറയുമ്പോൾ 2 പേര് ചേർന്ന് നിന്ന് ആ സംഖ്യയുടെ കൂട്ടമായി നിൽക്കണം. ടീച്ചർ 15 എന്ന സംഖ്യ പറഞ്ഞു. കുട്ടികൾ ഏതൊക്കെ കാർഡുകൾ എടുത്ത് കൂട്ടമായി നിൽക്കും? കൂട്ടുകാരന് ചെയ്തു നോക്കിക്കേ. ഏതൊക്കെ ചെയ്യാം? 15നെ കൂട്ടങ്ങളാക്കുക വേണ്ടതല്ലേ? 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ 15 വരണം. ഏതൊക്കെ എടുക്കാം? 10ഉം 5ഉം അല്ലേ? 10 എടുത്തു കഴിഞ്ഞാൽ ഒരാൾ 10ൻ്റെ കാർഡാണ് എടുക്കുന്നതെങ്കിൽ അടുത്തയാൾ ഏത് കാർഡ് എടുക്കണം? 5ൻ്റെ കാർഡ് എടുക്കണം. ഓക്കെ. ഇനി ഒരാൾ 9ൻ്റെ കാർഡാണ് എടുക്കുന്നതെങ്കിലോ അടുത്തയാൾ എത്രേൻ്റെ കാർഡ് എടുക്കണം? 6. 9ഉം 6ഉമാണ് എത്ര? 15 അല്ലേ? 9ഉം 6ഉമാണ് 15. ഇനി ഒരാൾ 11ൻ്റെ കാർഡാണ് എടുക്കുന്നതെങ്കിലോ അടുത്തയാൾ എത്ര എടുക്കും? 4 അല്ലേ? 11ഉം 4ഉം
15. ഇനി ഒരാൾ 14ൻ്റെ കാർഡാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത ആൾ എത്ര കാർഡ് എടുക്കും? 1, അല്ലേ? അപ്പോൾ വ്യത്യസ്ത രീതിയിൽ നമുക്ക് 15 ആക്കാനായിട്ട് സാധിക്കും, അല്ലേ? നമുക്കിവിടെ 3 കൂട്ടങ്ങൾ എഴുതിയാൽ മതി. 15ൻ്റെ ഒത്തിരി കൂട്ടങ്ങളാക്കാൻ പറ്റും, അല്ലേ? 10ഉം 5ഉം 15, 9ഉം 6ഉം 15, 8ഉം 7ഉം 15, 11ഉം 4ഉം 15, 13ഉം 2ഉം 15, 14ഉം 1ഉം 15, അല്ലേ? 10 + 5 = 15, 9 + 6 = 15, 8 + 7 = 15, 11 + 4 = 15, 13 + 2 = 15, 14 + 1 = 15. ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. What is the sum of the numbers on the cards held by Uma and Unni? What is the sum of the numbers on the cards held by Uma and Unni? ഉമ്മയും ഉണ്ണിയും കൂടി കയ്യിൽ പിടിച്ചിരിക്കുന്ന കാർഡല്ലേ, അവയുടെ നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്രയാ തുക കിട്ടുന്നത്? സമ്മ എത്രയാ? അതായത് 11 + 9 എത്രയാ? 11 + 9 20. 11 + 9 എത്രയാണ്? 20. 11 + 9, 11നോട് 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാലോ. ലാസ്റ്റ് ആക്ടിവിറ്റിയാ. നോക്കൂ. ആമി വീട്ടിലെത്തി. സ്കൂളിലെ വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞു. ധാരാളം വിശേഷങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഡയറിയിൽ എഴുതാൻ മറക്കല്ലേ. ആമി ഡയറിയിൽ എഴുതിയ ചില കാര്യങ്ങൾ വായിക്കൂ. യോജിച്ചത് വരച്ചു ചേർക്കൂ. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് ഡ്രോ. വായിച്ചിട്ട് വരച്ച് ചേർക്കുക, മാച്ച് ചെയ്യുക. ഓക്കെ, എ ഡേ ഇൻ എമ്മീസ് ലൈഫ്. എമ്മയുടെ ഒരു ദിവസം നോക്കാം നമുക്ക്. റീച്ച്ഡ് സ്കൂൾ, ഹാഡ് ലഞ്ച്, ലെഫ്റ്റ് സ്കൂൾ, റോഡ് ഡയറി, സ്ലെപ്റ്റ്. എന്തൊക്കെയാ? സ്കൂളിൽ എത്തിച്ചേർന്ന സമയം, ലഞ്ച് കഴിച്ച സമയം, സ്കൂളിൽ നിന്നും മടങ്ങിയ സമയം, ഡയറി എഴുതിയ സമയം, ഉറങ്ങിയ സമയം. ഓക്കെ, ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക്. 8 at night രാത്രി 8 മണി. 9 at night രാത്രി 9 മണി. 4 in the evening വൈകുന്നേരം 4 മണി. 9 in the morning രാവിലെ 9 മണി. നമുക്കിനി വരച്ചു ചേർക്കാമല്ലോ. റീച്ച്ഡ് സ്കൂൾ, സ്കൂളിൽ എത്തിച്ചേർന്നത് എപ്പോഴാ? രാവിലെ 9 മണിക്കല്ലേ. 9 in the morning, റീച്ച്ഡ് സ്കൂൾ 9 in the morning. ഹാഡ് ലഞ്ച്, ഫുഡ് കഴിക്കുന്നത് എപ്പോഴാ? ലഞ്ച് കഴിക്കുന്നത് ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ആഫ്റ്റർനൂൺ. ലെഫ്റ്റ് സ്കൂൾ, സ്കൂളിൽ നിന്ന് മടങ്ങിയതോ? 4 in the evening വൈകുന്നേരം 4 മണിക്ക്. റോഡ് ഡയറി, ഡയറി എഴുതിയത് 8 at night രാത്രി 8 മണിക്ക്. സ്ലെപ്റ്റ്, ഉറങ്ങാൻ പോയതോ ഉറങ്ങിയതോ? 9 at night രാത്രി 9 മണിക്ക്. ഓക്കേ, സിമ്പിൾ അല്ലേ കൂട്ടുകാരെ? നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.